ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. ഇന്നെന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. ഇന്നെന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. എടാ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. അല്ല, എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, മനസ്സിലായോ? എന്റെ ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. തോത്താളം ചേട്ടന്റെ ഇന്നൊരു പാർട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാർട്ടി ആണെങ്കിൽ ഇക്കാര്യം എന്നോട് ആര് പറയും? ആദ്യം എന്നോട് പറയും, എന്നിട്ട് ഇൻവൈറ്റ് ചെയ്യാം. അതിനവിടെ ഹാപ്പി ബർത്ത്ഡേ ഗ്യാങ് ഉണ്ട്. നമുക്ക് അവിടെ പോയി കൈയടിക്കാം. ഞങ്ങളെ കൈയടിക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് വരണം. പാർട്ടിക്ക് വരണമെങ്കിൽ ക്ഷണിക്കേണ്ടത് അത്യാവശ്യമാണ്. വേഗം വായന പെട്ടി തുറന്ന് ഇൻവിറ്റേഷൻ എന്ന മധുരം എല്ലാവർക്കും നൽകൂ. അതെ, ഈ നാട്ടിലുള്ള എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടല്ലോ. താങ്കൾ ഇൻവൈറ്റഡ് ആണ്. വൈകിട്ടാണ് വരണം. ലെഫ്റ്റ് പോയിട്ട് റൈറ്റിലേക്ക് തിരിയൂ. ഞങ്ങൾ എവിടെയാണ് വരേണ്ടതെന്ന് പറയൂ. ഗാർഡനിൽ, ഹോട്ടലിന്റെ ഗാർഡനിൽ. ഞാനിപ്പോ ഒരു കവിത ചൊല്ലി കേൾപ്പിക്കാം. സുഭാഷിന്റെ കവിത പിന്നെ കേൾക്കാം. ഇപ്പൊ എന്റേത് കേൾക്ക്. ചേട്ടന്റെ മൂടൊരിക്കലും കളയരുത്. പാർട്ടിയിൽ കവിതയൊന്നും ചൊല്ലരുത്. ഇവിടെ ഒരു ആ ടിക്കറ്റ് തന്റെ മനസ്സെന്ന വീപ്പയിൽ അപമാനത്തിന്റെ വെള്ളമൊഴിച്ചിട്ട് കടന്നു കളഞ്ഞു. ഇനി നമുക്ക് പോകാം. വൈകിട്ട് വേഗം റെഡിയായി പാർട്ടിക്ക് പോണം. അയ്യോ ബോബി, പറയുന്നത് കേക്ക്. ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേ ആണ്. വൈകുന്നേരം ഗാർഡനിൽ വരണേ. എന്റെ ഭായി ഇന്നെന്തായാലും പ്രത്യേകിച്ച് ഇത് നിനക്ക് വേണ്ടിയാ. സംശയമുണ്ടോ? എന്റെ ഭായി താങ്കോ. പക്ഷെ ഇതിന്റെ ആവശ്യം തനിക്കാണല്ലോ. പറഞ്ഞോ. ഇന്ന് എത്ര നാണം കെടുത്താലും ഒരു പ്രശ്നമില്ല. അതെന്താ, ഇത് നാണം കിടക്കുന്ന ദിവസമാണോ? അല്ല, ഇന്ന് ബർത്ത്ഡേയാ. ഇത് നോക്ക്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്. ശരി ഭായി, ഹാപ്പി ബർത്ത്ഡേ. അല്ല, ആരുടെയാണ് ബർത്ത്ഡേ? ചേട്ടനത് മറന്നുപോയോ? ഞാൻ റോസപ്പൂന്റെ ഒക്കെ കൊണ്ടുവരാനാ ഉദ്ദേശിച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. എന്റെ ബർത്ത്ഡേയോ? പിന്നെ അല്ലാതെ, ഇന്ന് ഫെബ്രുവരി 2 ചേട്ടനെ പോലെ ശക്തിശാലിയും ബുദ്ധിശാലിയുമായ വളരെയധികം ധീരനായ ഒരു മഹാന്റെ ബർത്ത്ഡേ ആണെന്ന്. നീ പറഞ്ഞ ഡേറ്റ് ശരിയാണ്, പക്ഷേ മാസം മാറിപ്പോയി. അപ്പൊ നിന്റെ ബർത്ത്ഡേ 2 തീയതി അല്ലേ? ശരിയാണ്, പക്ഷെ അതെ അടുത്ത മാസം ഉള്ളതാണ്. അയ്യോ, അബദ്ധം പറ്റി ചേട്ടാ, അബദ്ധം പറ്റി. പിന്നല്ലാതെ ഇന്ന് ദിവസം മുഴുവൻ കേക്ക് ഉണ്ടാക്കാൻ തന്നെ പോയി. അയ്യോ, അതിന്റെ കാര്യമല്ല, വലിയൊരു അബദ്ധം പറ്റി എനിക്ക്. എന്താ പറ്റിയത്? ഇന്ന് വൈകിട്ട് ഞാനൊരു സർപ്രൈസ് പാർട്ടി വെച്ചിട്ടുണ്ട്. അതെ, ഇവനടുത്ത് നാട്ടുകാരെ അയൽവാസികളൊക്കെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേ പാർട്ടി വെച്ചിരിക്കുന്നത് ഗാർഡൻ ഹോട്ടലിലെ ഗാർഡനില്ല. ചേട്ടാ, രാവിലെ എല്ലാവരും വയറടക്കാനുള്ള മരുന്ന് കഴിച്ചിട്ടിരിക്കുക. എല്ലാം വാരി വെച്ച് തിന്നാനായിട്ട്. ഈ മണ്ടന്റെ വാങ്ങ് കേട്ട് ഡിജെക്കാർക്കും കാറ്ററിംഗുകാർക്കും ഓർഡർ കൊടുത്തു. എന്റെ ഭായി എല്ലാം ഫോൺ ചെയ്ത് ക്യാൻസൽ ചെയ്തേക്ക്. നമുക്ക് ഹോട്ടലിൽ പോയിട്ട് പാർട്ടി ഇല്ലെന്ന് അവരോട് പറഞ്ഞേക്കാം, മനസ്സിലായോ? ഒരു അബദ്ധം പറ്റി പോയി. എന്റെ വീട്ടിൽ പോകട്ടെ. എന്റെ ഭായി ഇവിടെ വരൂ. ഈ ദിവസം വളരെ നല്ലൊരു ദിവസമാണ്. എല്ലാ അതിഥികളും എത്തിയിട്ടുണ്ട്. പക്ഷേ ബർത്ത്ഡേ പോയി കാണുന്നില്ല. സാരമില്ല, നാട്ടുകാരും കൂട്ടുകാരും എല്ലാരും ഒന്നടങ്കം വന്നിട്ടുണ്ട്. നമുക്ക് പാർട്ടി ആരംഭിച്ചാലോ? കൊറോണ ശക്തമായിട്ട് പടർന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാരും വിശന്നിരിക്കുകയാണ്. DJ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്, ഞാൻ ഡാൻസ് ചെയ്യാം. അല്ല, അത് ചേട്ടൻ പറഞ്ഞില്ലേ, എന്നാ പിന്നെ പാർട്ടി തുടങ്ങാൻ നമുക്ക്. ഞാൻ ഡിജെക്കാരെ കാറ്ററിംഗുകാരെ വിളിച്ച് ക്യാൻസൽ ചെയ്തു. ചേട്ടാ, എനിക്ക് ഈ മാസം അടി കിട്ടുമെന്ന് എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ പറഞ്ഞത് ശരിയാ, പക്ഷെ ഒരു കാര്യം തീരുമാനിക്കേ. നീ എന്റെ കയ്യിൽ തല്ലുകൊള്ളുന്നോ അത് അവരുടെ കയ്യിൽ നിന്നോ? ചേട്ടാ, എന്നെ ഒന്ന് രക്ഷിക്കും ചേട്ടാ. എന്തായാലും ഇവരെല്ലാരും കൂടി നിന്നെ ഇടിച്ച് പപ്പടാക്കും. പിന്നെ എങ്ങനെ രക്ഷിക്കാനാ? അവരേതായാലും നിന്നെ അടിക്കാൻ വരട്ടെ. ആരും നിന്നെ തുടർന്ന് ഞാൻ നോക്കിക്കോളാം. എല്ലാരും കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ എന്റെ മോനുണ്ടായി കപ്പലിൽ കയറാം. എന്നാ പാർട്ടി തുടങ്ങാം. എന്റെ അല്ലെങ്കിൽ കുഴപ്പമില്ല, പാർട്ടി നമുക്ക് നടത്താമല്ലോ. നിന്റെ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? DJ ഇല്ല, ഫുഡൊന്നും ഇല്ല, പിന്നെ എങ്ങനെ പാർട്ടി നടത്തും? മ്യൂസിക് സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ. മാത്രമല്ല ഈ പോപ്പട്ടിന്ന് DJ ആയി മാറും.
മാത്രമല്ല ഡിന്നറിന് നമുക്ക് കുറച്ച് ജ്യൂസും ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കൊടുക്കാം. ചേട്ടാ ഈ നാട്ടുകാർക്കൊന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിലേ ഇവരെന്നെ ജ്യൂസ് ആക്കി കുടിക്കും. ഒന്നും സംഭവിക്കില്ല. കൂട്ടുകാരെ, നമ്മുടെ തോത്താറാമിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി പാർട്ടിയാണ്. അതുകൊണ്ട് ഈ പാർട്ടിയിൽ നമുക്കല്ല, ഫ്രൂട്ട്സ് കൊണ്ടുള്ള സലാഡ്, ജ്യൂസ് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തരും. ഇത്രയേ ഉള്ളൂ പരിപാടി. പോപ്പട്ടെ, നീ പാട്ട് വയ്ക്ക്, ഞങ്ങള് ഫ്രൂട്ട്സ് തയ്യാറായി കൊണ്ടുവരാം. You people, this is DJ Popat. Are you ready? ഞാനിപ്പോ എന്താ ചെയ്യാ? ഇങ്ങനെ നീ നന്നായിട്ട് പ്രവർത്തിക്ക്. അല്ലെങ്കിൽ പിന്നെ എന്റെ ഈ തലയിൽ ഞാൻ കെടുത്തി പിടിഞ്ഞ് ഇടിച്ച് വൃത്തിയാക്കി മാറ്റാൻ പറഞ്ഞേക്കാം. യാത്രകൾ പലപ്പോഴും അടിച്ചു പൊളിക്കും. നല്ല മ്യൂസിക് അടങ്ങാതെ പാർട്ടി ഹറിക്കൊള്ളിക്കും. ഈ പാർട്ടിയിൽ ഡാൻസ് കളിച്ച് എന്റെ കാലിന്റെ കൂറ്റിയിലെ ഉപകാരത്തേക്ക് ഡാൻസ് കളിപ്പിച്ചുകൊണ്ടിരിക്കും. അതോ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ? ഡോക്ടർ ബാലു, താങ്കൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് വിശന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണം. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് വിശപ്പ് തുടങ്ങിയോ? അതെ, പക്ഷെ ഇതാ റെഡിയാക്കി എടുക്കാൻ അരമണിക്കൂറെങ്കിലും വേണം. അവർക്കുള്ള ടൈം പാസ് ഞാൻ കൊടുക്കാം. അടി, നീ എന്തായി കാണിക്കുന്നത്? ഞാൻ ദാ എല്ലാവരും പൂളിലേക്ക് തള്ളിയിടുവാണ്. എന്തായാലും നനഞ്ഞ ഡ്രസ്സിൽ ആരും ഭക്ഷണം കഴിക്കില്ല. മാത്രമല്ല എല്ലാവരും ഡ്രസ്സ് ഉണങ്ങിയവരായിട്ട് ഒരു അരമണിക്കൂറിലും പിടിക്കാമല്ലോ. എന്റെ പൊന്നൂസേ, നിന്റെ ഐഡിയ കറക്കി. ഞാൻ ഐഡിയ തന്നായിരുന്നോ? ഞാൻ ഓരോ ഐഡിയ തരുമ്പോ എനിക്ക് മാത്രം എന്താ മനസ്സിലാവാത്തേ? ജോർദാറെ, ഇനി എല്ലാം നിന്റെ കയ്യിലാ. പറ്റുന്നത്ര വേഗത്തിൽ എല്ലാം റെഡിയാക്കും. ബ്രദേഴ്സ്, ലെറ്റ്സ് എൻജോയ് പൂൾ പാർട്ടി. ഞായറാഴ്ച രാവിലെ എണീക്കാൻ എനിക്ക് മടിയാണ്. ഞാൻ പൂളിലേക്ക് ചാടിയാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാ പിന്നെ റെയിൻ ഡാൻസ് ആകാം. അയ്യോ അയ്യോ, നിങ്ങൾ എന്തേ കാണിക്കുന്നത്? കൊള്ളാം, അടിപൊളി. I am ready. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പാർട്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയിൽ അടിച്ചു പൊളിച്ചതുപോലെ ഞാൻ ഒരു പാർട്ടിയിലും അടിച്ചു പൊളിച്ചിട്ടില്ല. ഞാൻ ഡാൻസ് കളിച്ചു, അതിനൊപ്പം എന്റെ മനസ്സൻ ഡാൻസ് കളിച്ചു. ഇലക്ട്രിക് ബാറ്റ് കൊണ്ട് അടിച്ചാൽ കൊതുക് ചാകും. ഡാൻസ് കളിച്ച് വല്ലാതെ ക്ഷീണിച്ചു. ഇനി ഞങ്ങൾ വീട്ടിൽ പോകും. അടികൈ. ഓഹോ, വല്ലാതെ ക്ഷീണിച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്നേ തോത്താറാമിന്റെ ബർത്ത്ഡേ അല്ലെന്നുള്ള കാര്യം ആദ്യം മറന്നിരിക്കായിരുന്നു. നമ്മൾ ചെയ്ത് കാണിച്ചു കൂട്ടുകാരെ. ചേട്ടാ, ഇന്ന്
ബർത്ത്ഡേ ആയിരുന്നില്ല എങ്കിലും ഈ പാർട്ടി ഒരിക്കലും മറക്കില്ല. എല്ലാത്തിനും കാരണം ഇവര് തന്നെയാണ്. എന്റെ കൂട്ടുകാരെ, നിങ്ങൾ കാരണം എന്റെ മാനം പോയില്ല. എന്റെ കൂട്ടുകാരെ, ഈ പാർട്ടി അങ്ങനെ പാളിപ്പോയിരുന്നെങ്കിൽ ഇവരെല്ലാരും കൂടെ എന്നെ പഞ്ഞി കെട്ടേനെ.